ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ഓണം വിഷയമാണ്. എല്ലാവർക്കും ഇന്നലത്തെ നമ്മുടെ അവിയലിൻ്റെ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നതാഴത്തൊരു പായസക്കഥയായിട്ട് വന്നിരിക്കുന്നത്. അവിയലിൻ്റെ കഥ കാണാത്തവരൊന്ന് പോയി കണ്ടേക്കണേ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഓക്കെ, ഇപ്പോൾ പായസത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് പോവാം. കുറുക്കച്ചാരും കൊക്കച്ചാരും കൂട്ടുകാരായിരുന്നു. കുറുക്കച്ചാരുടെ ജോലി എന്താണ്? കരയിൽ ഇങ്ങനെ കിടക്കുക. കൊക്കച്ചാരുടെ ജോലി എന്താണ്? മീനിനെ പിടിച്ച് കരയ്ക്കിടുക. കുറുക്കച്ചാർ ഈ കരയുന്ന ഈ മീനിനെ പിടിച്ചിട്ട് കുട്ടയിലിടുക. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഈ കുട്ടയിൽ മീൻ നിറയുമ്പോൾ ഇവർ പരസ്പരം ഈ മീനിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കും. ഇവരുടെ ജോലി എല്ലാ ദിവസവും ഈ രണ്ട് കൂട്ടുകാരുടെയും ജോലി ഇതാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കൊക്കച്ചാർ ചോദിക്കും, കുറുക്കച്ചാരെ കുട്ടയിൽ എത്ര മീനായി? അപ്പോൾ തിരിച്ച് നമ്മുടെ കുറുക്കച്ചാർ മറുപടി പറയും, കുട്ടയിൽ വെറും 4 മീനേ ആയിട്ടുള്ളൂ, നമുക്കതൊന്നും ആകത്തില്ല, തികയത്തേ ഇല്ല എന്ന് പറയും. അപ്പോൾ തിരിച്ച് നമ്മുടെ കൊക്കച്ചാർ മറുപടി പറയും, അതെന്താ അങ്ങനെ? നമുക്ക് കഴിക്കാൻ പറ്റില്ലേ? 4 മീൻ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ? ഇല്ല, പറ്റത്തില്ല. നീ വേണമെങ്കിൽ നാളെ എൻ്റെ വീട്ടിലേക്ക് വാ, നിനക്ക് 16 തരം മീൻ വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി തരാം എന്ന് പറയും. കേട്ടാത്ത പാതി നമ്മുടെ കൊക്കച്ചാർക്ക് മീൻ കൊതിയാണല്ലോ. അപ്പോൾ തിരിച്ച് പറയും, ഞാൻ എന്തായാലും വരാം, രാവിലെ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കും. അപ്പം നമ്മുടെ കുറുക്കച്ചാർ ഒരു കണ്ടീഷൻ വെക്കും, ഈ 16 തരം മീനിനെ നീ തന്നെ എനിക്ക് പിടിച്ചു തരണം. അപ്പം ഡബിൾ ഓക്കെ. നമ്മുടെ കൊക്കച്ചാർ പറയും, ഡബിൾ ഓക്കെ, ഞാൻ പിടിച്ചു തരാം, നിനക്ക് 16 അല്ല 20 തരം മീൻ വേണമെങ്കിലും ഞാൻ പിടിച്ചു തരാം, എനിക്ക് രാവിലെ സൂപ്പ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊക്കച്ചാർ ഈ മീനിനെ മൊത്തം പിടിച്ച് കുറുക്കച്ചാർക്ക് കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, അടുത്ത ദിവസം ആൾ സൂപ്പ് കുടിക്കാനായിട്ട് കൊതിച്ച് വരാണ്. നമ്മുടെ കൊക്കച്ചാർ വീട്ടിൽ സൂപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആൾക്കൊരു പാത്രത്തിൽ കൊടുത്തിട്ട് കുറുക്കച്ചാർ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് കുടിക്കുകയാണ്. നമ്മുടെ കൊക്കച്ചാർക്ക് പറ്റില്ലല്ലോ, കൊക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊത്തി കുടിക്കാനുള്ള സൂപ്പല്ലേ, കുടിക്കാൻ പാടല്ലേ. അങ്ങനെയുള്ള ഇങ്ങനെ വിഷമിച്ചിരിക്കും, അയ്യോ സൂപ്പ് ഇത്രയും കൊതിയായിട്ട് രുചിയായിട്ട് വന്നിട്ട് കഴിക്കാൻ പറ്റണില്ലല്ലോ. അപ്പോൾ കുറുക്കച്ചാരുടെ തനി കുറുക്ക് ബുദ്ധി അവിടെ കാണിക്കുകയും ചെയ്യും. എന്താ, അയ്യോ നിനക്ക് പറ്റത്തില്ലല്ലോ, നിൻ്റെ ചുണ്ട് വെച്ച് നീ എങ്ങനെ ഇത് കുടിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറുക്കച്ചാരെ ഭയങ്കരമായിട്ട് കളിയാക്കുകയും ഈ കൊക്കച്ചാരുടെ സൂപ്പും കൂടെ കുറുക്കച്ചാറ് തന്നെ എടുത്തങ്ങ് കുടിക്കുകയും ചെയ്യും. ഇത് കണ്ട് വിഷമം വന്നിട്ട് ഇവനൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ കൊക്കച്ചാർ എന്ത് പറയും, നീ നാളെ എൻ്റെ വീട്ടിലേക്ക് വാ, ഞാനവിടെ പായസം ഉണ്ടാക്കി വെച്ചേക്കാം, നിനക്ക് ഞാൻ പായസം ഉണ്ടാക്കി തരാം എന്ന് പറയും. ഡബിൾ ഓക്കെ പറയും കുറുക്കച്ചാർ, പായസം ഭയങ്കര ഇഷ്ടമാണ്, അപ്പം നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കണം, പായസം കുടിക്കാൻ ഞാൻ രാവിലെ തന്നെ എത്തും എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ കുറുക്കച്ചാർ റെഡിയായി വന്നു. നെയ്യുടെയും പായസത്തിൻ്റെയൊക്കെ മണം കേട്ടിട്ട് വെള്ളം ഊറി. അപ്പം നമ്മുടെ കൊക്ക് എന്ത് ചെയ്തു, കൂജയുടെ വായെന്ന് പറയുന്നത് കുഞ്ഞു വായാണ്. അപ്പോൾ കൂജയിൽ പായസം കൊടുത്തു. കൊക്കച്ചാർ കൊക്ക് വെച്ച് കൊത്തി പായസം ഇങ്ങനെ കുടിക്കുന്നു. പക്ഷെ നമ്മുടെ കുറുക്കച്ചാർക്ക് നാക്ക് കൂജയ്ക്കകത്തോട്ട് ഇറക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞു വായല്ലേ. ആളാകെ ബ്ലിങ്ങായി. അപ്പോൾ എന്ത് ചെയ്തു, നീ ഇന്നലെ എന്നോട് ഇങ്ങനെയല്ലേ കാണിച്ചത്, അപ്പം നിന്നോട് തിരിച്ചൊരു പണി തരാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഈ കൂജയിൽ പായസം തന്നത്, എന്തായാലും നിന്നെ കൊണ്ട് ഇത് കുടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ തിരിച്ച് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊക്കച്ചാർ എന്ത് ചെയ്യും, ഈ കുറുക്കച്ചാറുടെ കൂടെ പായസം എടുത്തങ്ങ് കുടിക്കും. ഇങ്ങനെയാണ് നമ്മുടെ പായസത്തിൻ്റെ കഥ. ഇനി മറ്റൊരു കുഞ്ഞിക്കഥയുമായി മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.